ഹലോ. ഇന്നത്തെ വര പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തുനിന്നാവാന്ന് കരുതി. അങ്ങനെ എല്ലാ സാധനങ്ങളും പെറുക്കി വാരി നമ്മളങ്ങ് ടെറസിലേക്ക് ചെന്നു. വരയ്ക്കാനായിട്ട് എല്ലാം റെഡിയാക്കി കേട്ടോ. ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് ഒരു വളയങ്ങ് എടുത്ത് സർക്കിളൊക്കെ വരച്ചു. വരച്ചു കഴിഞ്ഞപ്പോഴല്ലേടാ ഒരു കാര്യം പിടുത്തം കിട്ടി. ക്യാമറയും വരയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം വാരിക്കെട്ടി നമ്മുടെ അങ്കത്തട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്കത്തട്ടെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ റൂമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം വരച്ച സർക്കിളിൻ്റെ ഉള്ളിലും കുട്ടി കുട്ടി സർക്കിൾ അങ്ങ് വരച്ചു. വരച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത പണി ആ സർക്കിളിനുള്ളിൽ കുറച്ച് ഇതളുകൾ വരയ്ക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ സർക്കിളിൻ്റെ ഉള്ളിലും ഇതളുകൾ വരച്ചു കേട്ടോ. വരച്ചു കഴിഞ്ഞപ്പോഴല്ലേടാ ദേണ്ടേ നടുക്കൊരു ഗ്യാപ്പ്. എന്നാൽ അവിടെ കൂടി ഒരു സർക്കിൾ അങ്ങ് വരച്ച് അവിടെ ഒരു പൂ പോലെ അങ്ങ് വരയ്ക്കാമെന്ന് കരുതി അവിടെ അങ്ങ് വരച്ചു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സിന് നമുക്ക് കളർ അടിക്കണമായിരുന്നു. അങ്ങനെ നമ്മളൊരു മഞ്ഞ കളറ് ആ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സിന് അടിച്ചു കൊടുത്തു കേട്ടോ. അടിച്ചു കഴിഞ്ഞപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമുക്കുള്ളത് ആ ഇതളൊഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം ഒറ്റ കളറ് കൊടുക്കണം. നമ്മളതിനൊരു ഗ്രീൻ കളർ അങ്ങ് എടുത്ത് ഇതളുകൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം കളറടിച്ചു കേട്ടോ. കളറടിച്ച് കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വന്നേ. വേറൊന്നുമല്ല, എന്താടോ ഭാര്യരെ ഞാൻ നന്നാവാത്തേന്ന് പറയുന്ന പോലെ എന്താടോ എൻ്റെ വരകളൊന്നും അങ്ങ് ശരിയാകാത്തേ. ഞാൻ വരച്ചു കഴിഞ്ഞപ്പോഴല്ലേടാ ഒരിതൾ ഇങ്ങോട്ടാണെങ്കിൽ ഒരിതൾ അങ്ങോട്ടാ. അങ്ങനെ അതും നോക്കി ഒരു ചെറിയ ചിരിയും കൊടുത്ത് അടുത്ത പണിയിലേക്ക് കടന്നു. അടുത്ത വര എന്ന് പറയുന്നത് ആ ഇതളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വരകൾ വരയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ പൂവിൻ്റെ എല്ലാ ഇതളിലും വരകൾ അങ്ങ് വരച്ചു കേട്ടോ. അങ്ങനെ വരകൾ അങ്ങ് വരയ്ക്കുമ്പം ആ ഇതൾ കാണാനും ഒരു രസമാണ്. നിങ്ങൾക്ക് തോന്നിയില്ലേ ആ ഇതളുകൾക്കൊരു ഭംഗി? അങ്ങനെ എല്ലാ പൂവിൻ്റെ ഇതളിലും നമ്മൾ അങ്ങ് വരച്ചു കേട്ടോ. അടുത്തത് ആ ഇതളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ടിനെ ഒരു ബ്ലാക്ക് സ്കെച്ച് അങ്ങ് എടുത്ത് നമ്മൾ ആ ഇതളൊന്ന് ഫിനിഷിങ് ചെയ്തു. അപ്പം ആ ഇതള് കുറച്ചുകൂടി ഭംഗിയായിട്ടോ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മൾ വരയ്ക്കുന്നതിന് പ്രത്യേക ഭംഗി തോന്നും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വരയ്ക്കാൻ വലിയ കഴിവൊന്നും വേണ്ടെന്നേ. മനസ്സുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഓരോ ഇതളിനും നമ്മൾ ആ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ഒരു ബോർഡർ അങ്ങ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ള കുത്തുകൾ ഇടണമായിരുന്നു. ഒന്നില്ലെങ്കിൽ വൈറ്റ് സ്കെച്ച് വെച്ച് ഇടാം, അതല്ലെങ്കിൽ വൈറ്റ്നർ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വൈറ്റ്നർ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചങ്ങ് കുത്തങ്ങ് കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പം കാണാനൊരു ഭംഗിയൊക്കെ തോന്നി കേട്ടോ. വരച്ചു തുടങ്ങിയപ്പം എനിക്കങ്ങ് വലിയ ഇഷ്ടമായില്ലെങ്കിലും വരച്ച് കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോ വരകളും ഇങ്ങനെയാണ്. തുടങ്ങുമ്പം ഒരു ഇഷ്ടം തോന്നില്ലെങ്കിലും കഴിയുമ്പം കാണാൻ നല്ല ഇഷ്ടമാണ്. എന്തായാലും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ടെന്ന്.